ഹായ് ഓൾ, ഇറ്റ്സ് മീ അഭിലാഷ് ഫ്രം techmaddies.com. ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് പോക്കോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റുമായിട്ടാണ്, പോക്കോ M4 5G. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ് എത്രയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അവസാനം പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. സോ വിതൗട്ട് വേസ്റ്റിംഗ് ദ ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസിന്റെ ഡിസ്പ്ലേ സ്പെസിഫിക്കേഷനെ പറ്റി ചെക്ക് ചെയ്ത് നോക്കാം. 6.58 ഇഞ്ചസിലുള്ള ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ 20:9 ആസ്പെക്ട് റേഷ്യോയിലുള്ള ഒരു LCD പാനലാണ് പോക്കോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഫ്ലൂയിഡ് ആയിട്ടുള്ള ടച്ച് റെസ്പോൺസിന് വേണ്ടി 90 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റുമാണ് പോക്കോ ഇതിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 401 PPI നൽകിയത് പോക്കോയുടെ ഒരു മികച്ച തീരുമാനമാണെങ്കിൽ കൂടി ഓൾഡ് സ്റ്റൈൽ ടിയർ ഡ്രോപ്പ് ഡിസ്പ്ലേ ഒരു പോരായ്മയായി തോന്നി. ഇനി നമുക്ക് ഈ ഒരു ഡിവൈസിന്റെ കളർ വേരിയന്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. കൂൾ ബ്ലൂ, പവർ ബ്ലാക്ക് ആൻഡ് പോക്കോ യെല്ലോ എന്നീ 3 കളേഴ്സിലാണ് പോക്കോ ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള മറ്റു ബ്രാൻഡ്സിനെ അപേക്ഷിച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ലുക്സ് ആണ് ഈ ഒരു ഡിവൈസിൽ പോക്കോ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഡിവൈസിന്റെ പെർഫോമൻസ് പാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2.2 GHz ക്ലോക്ക് സ്പീഡിലുള്ള MediaTek Dimensity 700 5G പ്രോസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. Mali G57 MC2 എന്ന ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ് യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രോസസർ 7 നാനോമീറ്റർ ഫാബ്രിക്കേഷനിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അണ്ടർ 15K ഫോൺസിൽ നൽകാൻ സാധിക്കുന്ന ഏറ്റവും ബെറ്റർ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു 5G പ്രോസറാണ് MediaTekന്റെ Dimensity 700. ഇനി ഈ ഒരു ഡിവൈസിന്റെ ബാറ്ററി ആൻഡ് ചാർജിംഗ് കേപ്പബിലിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങുമാണ് ഈ ഒരു ഡിവൈസിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 22.5 വാട്ടിന്റെ ചാർജറാണ് ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ഈ ഒരു ഡിവൈസിന്റെ കൂടെ ലഭിക്കുക. ഡിവൈസിന്റെ സെക്യൂരിറ്റി ഇംപ്രൂവ്മെന്റിനായി സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറും ഡിവൈസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി IP52 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഡിവൈസിന്റെ ക്യാമറ ബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50+2 മെഗാപിക്സലിന്റെ ഒരു ഡ്യുവൽ ക്യാമറ സിസ്റ്റമാണ് റിയറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 50 മെഗാപിക്സലിന്റെ മെയിൻ ലെൻസും 2 മെഗാപിക്സലിന്റെ ബൊക്കെ ലെൻസും. അതുപോലെ തന്നെ ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് 8 മെഗാപിക്സലിന്റെ ഒരു സിംഗിൾ ക്യാമറയാണ്. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള MIUI 13 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇതിൽ പോക്കോ യൂസ് ചെയ്തിരിക്കുന്നത്. UFS 2.2 ഇന്റേണൽ മെമ്മറിയും 2GB ഓഫ് റാം എക്സ്പാൻഷനും ഈ ഒരു ഡിവൈസിൽ നൽകിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഡിവൈസിന്റെ റാം ആൻഡ് റോം ഡീറ്റെയിൽസും അതുപോലെ തന്നെ പ്രൈസിങ്ങും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 4GB 64GB വേരിയന്റും 6GB 128GB വേരിയന്റുമാണ് ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 4GB വേരിയന്റിന് 12999ഉം 6GB വേരിയന്റിന് 14999ഉമാണ് പോക്കോ ഈ ഒരു ഡിവൈസിന് നൽകിയിരിക്കുന്ന പ്രൈസിംഗ്. SBI കാർഡ്സിൽ ലോഞ്ചിങ് ഓഫറായി 4GB വേരിയന്റ് 10999നും 6GB വേരിയന്റ് 12999നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഓവറോൾ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബജറ്റ് ഓറിയന്റഡ് കസ്റ്റമേഴ്സിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷനാണ് പോക്കോ M4 5Gയിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഒരിക്കലും ഈ ഒരു മോഡൽ പർച്ചേസ് ചെയ്യാനുള്ള ഒരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, മറിച്ച് ഇതൊരു സ്പെസിഫിക്കേഷൻ ഓവർവ്യൂ മാത്രമാണ്. നിങ്ങളുടെ ഏറ്റവും നിയറസ്റ്റ് ഔട്ട്ലെറ്റുകളിൽ ഈ ഒരു ഡിവൈസ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫ്രം മൈ സൈഡ്. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ഫോർ ന്യൂ ക്വാളിറ്റി കണ്ടന്റ്. താങ്ക് യു.